നമ്മൾ മുമ്പിട്ടുന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ വിശ്രമത്തിനായി വാഹനം നിർത്തി ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഊണ് കഴിച്ചിട്ട് പോകാമെന്നൊരു ചിന്ത കൂടിയുണ്ട്. അപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ബിരിയാണി ഒഴിവാക്കി നാടൻ ചോറും അതിന് വേണ്ടുന്ന കറികളും അവിയലും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം കുറേ ദിവസങ്ങളായി ബിരിയാണി വൈകുന്നേരങ്ങളിൽ നോയമ്പ് തുറന്നതിന് ശേഷം ബിരിയാണിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരു മാറ്റമായിക്കോട്ടെ എന്ന് കരുതി നാടൻ ചോറും സാദാ ചോറും മോര്, പുളിശ്ശേരി, അവിയൽ, ചമ്മന്തി അങ്ങനെയൊക്കെ ഉള്ള ഐറ്റങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ ടീം ലീഡർ വിളമ്പുകയാണ് എല്ലാവർക്കുമായിട്ട്. ഇത് ഈന്തപ്പന ഓലയും മടലും ചേർത്ത് മേൽക്കൂര നല്ല ഭംഗിയായിട്ട് കെട്ടി ഒരുക്കിയിരിക്കുന്നു. പുറകു ഭാഗത്തായിട്ട് കൃഷിയിടങ്ങളാണ് കാണുന്നത്. ആ കൃഷിയിടങ്ങൾക്ക് പുറകിലായിട്ട് പാറക്കൂട്ടങ്ങളാണ്, പാറക്കുന്നുകളും. ഇവിടെ ഈന്തപ്പന തോട്ടങ്ങളുണ്ട്. ഇതൊരു ചെറിയ ആട് വളർത്തലാണ്, ആടിൻ്റെ കൂടാണ്, ആട്ടിൻകൂട്. ഇത് ഇവിടുത്തേക്ക് ജലസേചന ആവശ്യങ്ങൾക്കായി ഒരു കുളമാണ്. ഇവിടെ 3-4 പമ്പും പൈപ്പും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഈ കൃഷിസ്ഥലത്തിൽ ഒരു ഒമാനി പൗരൻ ഞങ്ങൾക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ തരികയാണ്. ഇവിടെ ഒരു വലിയ ആലുമരമുണ്ട്. അത് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. കൃത്യമായ എൻ്റെ പഴക്കം നമ്മൾ ചോദിച്ചിട്ട് ഈ പൗരനും അറിയില്ല, ഇവിടെ വന്നവർക്കും അറിയില്ല. നമ്മളെപ്പോലെ തന്നെ മറ്റു പലരും ധാരാളം പേർ ഇവിടെ ടൂറിസ്റ്റുകളായി എത്തിയിട്ടുണ്ട്. ഇതൊരു വളരെ പഴക്കം ചെന്ന ആൽവൃക്ഷമാണ്. 1, 2, 3 വൃക്ഷങ്ങളുണ്ട്, ആൽവൃക്ഷങ്ങൾ. ഇതിൽ വള്ളികൾ, ഊഞ്ഞാൽ വള്ളി പോലെ വള്ളികളും ഒക്കെ ആയിട്ട് ഇത്രയും വലിയ വൃക്ഷം ഈ അടുത്ത സമയത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്കും വലിപ്പമുള്ളൊരു ആൽവൃക്ഷമാണത്. സാധാരണ നമ്മുടെ നാടുകളില്ല, തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ ഏരിയകളിലെങ്ങും ഞാൻ ഇത്തരം ഒരു ആൽവൃക്ഷം കണ്ടിട്ടില്ല. വളരെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽവൃക്ഷമാണ്. ധാരാളം വള്ളികളുണ്ട്. ഈ വള്ളികളിലൊക്കെ ടൂറിസ്റ്റുകൾ വരുന്നവർ ഈ വള്ളികളിലൊക്കെ തൂങ്ങി ആടാറുണ്ട്. വളരെ വലിപ്പമുണ്ട്. മുകളിൽ നിന്നും താഴേക്കും പടർന്ന് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൊമ്പുകൾ. തൊട്ടടുത്ത് തന്നെ പനകളാണ്, ഈന്തപ്പനകളാണ്. ഒക്കെ കായ്ഫലം ഉണ്ട്. ഇപ്പോൾ സീസണല്ല എന്നിട്ട് കൂടി അതിലൊക്കെ ഈന്തപ്പനക്കായകളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ കൃഷിയിടങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാം. തണലുണ്ട് ഈ ആലിന്റെ ചുവട്ടിൽ. സന്ദർശകർക്കൊക്കെ വളരെ ഉന്മേഷം. ഈ ആല് കാണുമ്പോഴും ഇതിന് ചുവട്ടിൽ ഇരിക്കാനും ഒക്കെ ആയിട്ട് അവർക്കൊരു പ്രത്യേക ഉന്മേഷമാണ്. ധാരാളം പേർ ഇതിന് ചുവട്ടിൽ നിന്ന് ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. ഇവർ തമിഴ്നാട് സ്വദേശികളാണെന്ന് തോന്നുന്നു. ഇതൊരു കിണറാണ്. ജലസേചനാർത്ഥം
ഒരുക്കിയിട്ടുള്ള ഒരു കിണറാണ്. കൃഷിയിടങ്ങളിലേക്ക് ജലസേന നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ കിണർ. ഇതിലൊരു ഡീസൽ പമ്പൊക്കെ വെച്ചിട്ടുണ്ട്, ഡീസൽ മോട്ടോർ. ഇവിടെ പലതരം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാനാകും. മാവ്, പുളി, മൽബറി, നാരകം തുടങ്ങിയ വിവിധ ഇനം ചെടികളും ഫലവൃക്ഷങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ധാരാളമായി തന്നെ. പുറകിൽ പാറക്കുന്നുകൾ കാണാം. പുളിമരമുണ്ട്, നമ്മുടെ നാടൻ പുളി, കുടംപുളി അല്ല, സാദാ പുളി. മാവാണ്, മാങ്ങ കായ്ച്ചു കിടക്കുന്നു. ഇപ്പോൾ മാങ്ങയുടെ സീസണായി വരുന്നതേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെ ഒരു പനയിൽ ഈന്തപ്പനക്കായ് കായ്ച്ചിട്ടുണ്ട്, കായ്ച്ചു കിടപ്പുണ്ട്. കുളത്തിൽ നിന്നും ഈ ചെറു കൈവഴികൾ വഴിയാണ് ജലം വിവിധ ഇടങ്ങളിലേക്ക്, കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ ഇവിടെ ഉപയോഗിക്കുന്നത്. ഈന്തപ്പനത്തോട്ടങ്ങളാണ്. നമ്മുടെ നാട്ടിലെ തെങ്ങിൻ തോപ്പ് പോലെ ഈന്തപ്പനത്തോപ്പുകൾ. ഇതിനുള്ളിലുമൊക്കെ സന്ദർശകരുണ്ട്. ഇത് നമ്മൾ മുൻപ് കണ്ട വിശ്രമ കേന്ദ്രം പോലൊരു വിശ്രമ കേന്ദ്രമാണ്. ഇവിടെയും വന്ന് ധാരാളം പേർ ഫോട്ടോ ഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർമ്മിച്ചിട്ടുണ്ട് ഇത്തരം സംവിധാനങ്ങൾ. സ്വകാര്യ വ്യക്തികളുടെ തന്നെയാണ് ഇത്. അവർ തന്നെയാണ് ഇതിൻ്റെ പരിപാലനങ്ങൾ നടത്തുന്നത്. ധാരാളം മാവ് കൃഷിയുണ്ട് ഇവിടെ. ഇതൊരു ജലസേചന കുളമാണ്. വെള്ളമുണ്ടതിന് നിറയെ. പായൽ പിടിച്ച് കിടക്കുകയാണ് മുകൾഭാഗത്ത്.
ഇതൊക്കെയാണ് നമുക്ക് ഒമാനിൽ കാണാനുള്ള, ഒമാനിന്റെ ബോർഡറിൽ കാണാനുള്ള കാഴ്ചകൾ. ഇനി നമുക്ക് ഒരു കുളിയാകാം. വെള്ളം കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ആഹ്ലാദമാണ്. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും വളരെ ആഹ്ലാദത്തോടെയാണ് ഈ വെള്ളത്തിലുള്ള കളികൾ നടത്തുന്നത്. ഇതുവരെ രംഗത്ത് വരാതിരുന്ന ഖമർ സമാൻ ഇപ്പോൾ ഒരു ചൂണ്ടയുമായിട്ട് വന്നിരിക്കുകയാണ്. കടലിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കാമെന്ന് കരുതിയിട്ട്. നോക്കാം, പരീക്ഷണങ്ങളാണ്. ഇല്ല, ആദ്യത്തെ ചൂണ്ടയറിൽ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഒരിക്കൽ കൂടി ട്രൈ ചെയ്യാണ്. ഇത്തവണയും കടലമ്മ കടാക്ഷിച്ചില്ല. ഒരിക്കൽ കൂടി ഇത്തവണ ഇതില് ചൂണ്ടയുടെ നൂല് കുരുങ്ങിയിട്ടുണ്ട്. മിക്കവാറും അതോടുകൂടി ചൂണ്ടപ്പരിപാടി അവസാനിപ്പിച്ചു. അതാ രണ്ട് സുഹൃത്തുക്കൾ കുതിര സവാരി നടത്തുകയാണ്. കടൽ തീരത്തോടെയുള്ള കുതിര സവാരി ഒരു ഹരമാണ് ഇവർക്കൊക്കെ. ഇതാ മറ്റൊരാൾ കൂടി. വെള്ളം കണ്ടപ്പോൾ നിന്നുപോയ കുതിരയ്ക്ക് സമീപത്തേക്ക് മറ്റൊരാൾ കൂടി എത്തി. അവർ മൂന്നുപേരും കുതിര സവാരി തുടരുകയാണ്. ഇപ്പോൾ ഏകദേശം നമുക്കും മടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കും മടക്കയാത്ര ആരംഭിക്കാം.